പുതിയ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ നിൽക്കുന്ന സൗദി അറേബ്യ മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമേഷ്യയിലെ രണ്ട് ചേരികൾക്ക് നേതൃത്വം നൽകുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇതിൽ പലതും പ്രവാസികൾക്കാണ് നേട്ടമാകുക. വാർത്ത ഇങ്ങനെ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള 4 വട്ട ചർച്ചകൾ പൂർത്തിയായതായി റിപ്പോർട്ട്. 5ാം വട്ട ചർച്ച വൈകാതെ തന്നെ നടക്കാനിരിക്കുകയാണ്. ഇതുവരെയുള്ള ചർച്ചകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയും ഇറാനും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബ്ലൂംബർഗ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇറാഖിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ അരങ്ങേറിയത്. സൗദിയും ഇറാനും ഐക്യത്തിലെത്തിയാൽ അത് പശ്ചിമേഷ്യയെ മാറ്റിമറിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടവും സൗദി ഇറാൻ ചർച്ചകൾക്ക് അനുകൂലമായതോടെയാണ് നടപടികൾക്ക് വേഗത കൂടിയിരിക്കുന്നത്. ഗൾഫിലെ കൂടുതലായി ആശ്രയിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കുന്ന ചർച്ചകളാണ് പുരോഗമിച്ചു വരുന്നത്. പശ്ചിമേഷ്യയിലെ മിക്ക വിഷയങ്ങളിലും ഇറാനും സൗദിയും രണ്ട് ചേരികളിലാണ് നിൽക്കുന്നത്. സുന്നി ഷിയ വിഭാഗീയതയാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഈ വിഭാഗീയത ആളിക്കത്തിച്ച് ആയുധ വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടുന്ന രാജ്യങ്ങളുമുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വേളയിൽ സൗദിക്ക് എല്ലാ പിന്തുണയും നൽകുകയും ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ട്രംപ് മാറി ജോ ബൈഡൻ ഭരണകൂടം വന്നതോടെ അമേരിക്കയുടെ നിലപാടിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഇറാനുമായി ചർച്ച തന്നെ നടത്തേണ്ടതുണ്ട് എന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ നിലപാട്. കാരണം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയ സംഘങ്ങൾക്ക് ഇറാന്റെ പിന്തുണയുണ്ട് എന്നത് വ്യക്തം. ഈ സംഘങ്ങളാണ് സൗദിയുടെയും സഖ്യരാജ്യങ്ങളുടെയും ഭീതി ഇരട്ടിയാക്കുന്നത്. സൗദി അറേബ്യയുടെയും ഇറാന്റെയും അയൽരാജ്യമാണ് യമൻ. രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന യമനിൽ വിമതരായ ഹൂതികളെയാണ് ഇറാൻ പിന്തുണയ്ക്കുന്നത്. സർക്കാരിനെ സൗദിയും പിന്തുണയ്ക്കുന്നുണ്ട്. ഹൂതികളെ നേരിടാൻ സൗദി സൈന്യം എത്തിയതോടെ ഹൂതികൾ സൗദിക്കെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതാകട്ടെ സൗദിയുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട്. സൗദിയുടെ മിക്ക നഗരങ്ങളിലും ഇപ്പോൾ ഹൂതികളുടെ ഭീഷണി നേരിടുന്നുണ്ട്. റിയാദിലേക്ക് വരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിർത്തി മേഖലകളായ ജീസാൻ, നജ്റാൻ, അബഹ എന്നിവിടങ്ങളിലെല്ലാം ഹൂതികളുടെ ആക്രമണം പതിവാണ്. ഹൂതികൾക്ക് ആയുധം നൽകുന്നത് ഇറാനാണ് എന്നാണ് സൗദിയുടെ ആരോപണം. അതുകൊണ്ട് തന്നെയാണ് ഇറാനുമായുള്ള ചർച്ചകളിൽ യമൻ വിഷയം സൗദി ഉന്നയിച്ചിരിക്കുന്നത്. ഇറാൻ പറയുന്നത് കോൺസുലേറ്റുകൾ തുറക്കണം എന്നാണ്. ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നവരെ ഉദ്ധരിച്ചാണ് ടെലിവിഷൻ റിപ്പോർട്ട്. എന്നാൽ സൗദിയോ ഇറാനോ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഇറാഖോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള കരാറാണ് സൗദി ലക്ഷ്യമിടുന്നത്. കാരണം നേരത്തെ സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾ വരെ ഹൂതികൾ ആക്രമിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ചെങ്കടലിലൂടെയുള്ള സൗദിയുടെ ചരക്ക് കടത്തും ഭീഷണി നേരിടുകയാണ്. ഇറാനും സൗദിയും തമ്മിൽ തർക്കം അവസാനിച്ചാൽ മേഖലയുടെ അതിവേഗ വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാൻ ആണവ വിഷയത്തിലും ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ച ലോകത്തെ വൻശക്തി രാജ്യങ്ങളുമായിട്ടാണ് നടക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വൈകാതെ ഇറാൻ ചർച്ച ആരംഭിക്കുമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഗൾഫ് മേഖല കൂടുതൽ സുരക്ഷിതമായാൽ ബിസിനസ്സുകൾ ശക്തിപ്പെടുകയും ജോലി അവസരങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. ഇതാകട്ടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും സൗദി മുന്നേറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി മുന്നേറ്റം കൈക്കൊള്ളാൻ കൂടുതൽ കാര്യങ്ങൾ സൗദിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.